വെറും പി ആർ കൊണ്ട് മാത്രം ഒരാൾക്കൊന്നും ജയിക്കാൻ പറ്റൂല. അതായത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കും കൂടി വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഗെയിം നടത്തിയ അല്ലെങ്കിൽ മികച്ച ഗെയിം പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ. അതിലൊന്നും ഒരു സംശയവുമില്ല. അല്ലാതെ ഇവിടുന്ന് പി ആറുകൾ മാത്രം കളിച്ചിട്ട് ജയിച്ചതാണ് അല്ലെങ്കിൽ പി ആർ ആണ് ജയിക്കാൻ കാരണം. ഈ പി ആറുകൾ ജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടുന്ന് എന്തെങ്കിലും കാണിക്കണം. അപ്പോൾ മാത്രമേ ഇവിടുന്ന് എല്ലാവർക്കും കൂടിയിട്ട് അത് പി ആറിനായാലും ഒന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എത്തിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ പി ആറുകൾ വിജയിച്ചിട്ടുണ്ട്. ഏതായാലും അനുമോളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോഴും ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ വന്നിരിക്കുന്നത്. അതായത് അനുമോൾ അനുഭവിച്ച കാര്യങ്ങൾ, അനുമോൾ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോയതിന് ശേഷം ഉണ്ടായിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, കടങ്ങളൊക്കെ വീടിയത്, അതുപോലെ വീട്ടിൽ 3-4 കാറുകൾ വന്നത്, ഇതിനെ പറ്റിയൊക്കെ അനുമോൾ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അതായത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മകള് അതായത് പിന്നെ ചില ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഉന്തിത്തള്ളി കല്യാണം കഴിപ്പിച്ചു വിടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പ്രാരാബ്ദവും കുട്ടികളുമായിട്ട് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ അനുമോളെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. അവർ ആ അനുമോൾക്ക് വേണ്ടുന്നുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുത്തു. അങ്ങനെ അനുമോൾ വലിയ ഒരു സ്വപ്നം പൂർത്തീകരിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കും അതിൻ്റെ അകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടായി. അതായത് കരിപ്പെട്ടി കച്ചവടത്തിനൊന്നും പോകാതെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്രമ ജീവിതത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മകള് നല്ല ഒരു നിലയിലെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛനമ്മമാരെ നോക്കാതെ എത്ര ആൾക്കാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ബിഗ് ബോസ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുവന ഒന്ന് പറയുന്നില്ലേ, ആ ചങ്ങാതിയൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയെയും സഹോദരിയെയും തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ട്. അച്ഛനെയും അമ്മയെയും തിരിഞ്ഞു നോക്കാതെ, സഹോദരിയെ തിരിഞ്ഞു നോക്കാതെ കുറേ എണ്ണം ബിഗ് ബോസിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ, അതായത് അവരുടെ ഫാമിലിയോട് അത്രമാത്രം അറ്റാച്ചായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പ്രത്യേകിച്ച് അച്ഛനോടും അമ്മയോടും സഹോദരിയോടും അവർക്കുള്ള സ്നേഹം നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുമോളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് വന്നിരിക്കുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അനുമോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അനുമോൾ ബിഗ് ബോസിൽ പോകുമ്പോൾ പോകേണ്ട എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നീ പോയി കഴിഞ്ഞാൽ വെറും കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ നീ ഒരിക്കലും പോകരുത്. കാരണം അവർക്കൊക്കെയുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ഇവളി രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വിഷമം നല്ല രീതിയിലുണ്ടാകും. കൂടെ നടക്കുന്നവനായാലും ശരി, കൂടെ നടക്കുന്നവരായാലും ശരി, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം എന്തായിരിക്കും എന്നറിയാം. എങ്ങാനും ഇവള് കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ 50 ലക്ഷം ഉറുപ്പ്യ നോക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം, പോകാതിരിക്കാൻ പറ്റുമോ, പോകാതിരിപ്പിക്കാൻ എന്താണ് വഴി എന്ന് നോക്കാമെന്ന് പറയുന്നവരാണ് കൂടുതലും. അത് തന്നെയാണ് അനുമോൾ പറയുന്നതും അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരോട് ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട് ഇരന്ന് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവരുടെ സഹോദരി. പക്ഷെ അവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നാളെ ആകട്ടെ. കാരണം അവർക്ക് തന്നെ ലാസ്റ്റ് മനസ്സിലായി, എടാ ഇവളി രക്ഷപ്പെടും, ഇനിയിപ്പോഴേ എൻ്റെ ഒരു ഇതും കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ രക്ഷപ്പെടണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു അസൂയ അത് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോഴേ എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയാക്കണേ എന്നൊക്കെ പറയും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉടനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും ഇടൂല. അത് എന്ന് പറയുന്നത് എത്ര വലിയ ഫ്രണ്ട്ഷിപ്പായാലും ശരി, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അനുമോൾ വിജയിച്ച തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പകുതി ഫ്രണ്ട്സുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ വിജയിച്ചു പോയല്ലോ എന്നാണ് അവർ കരുതുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവളുടെ ജാട കാണണ്ടേ, ഇനി ഇവൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ കാണണ്ടേ എന്നുള്ള ഒരു ചെറിയൊരു കുശുമ്പും കുന്നായ്മയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാർക്കിടയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കൂട്ടുകാരും ഒന്നും ഒരുപോലെയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർ നല്ല രീതിയിൽ അത് എടുത്തിടും. പക്ഷെ ചില ആൾക്കാർ എത്രയായി കഴിഞ്ഞാലും ശരി അമ്മാതിരി പരിപാടിക്ക് നിൽക്കത്തേയില്ല. ഏതായാലും അനുമോള് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് കുറച്ചും കൂടെ നന്നായിട്ടൊന്നല്ല, അനു എക്സ്ട്രീം ആയിട്ട് ബോൾഡ് ആയിട്ട് തന്നെയാണ് പിടിച്ചത്. അതാണ് പറഞ്ഞത്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു മോശ സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് മോശ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പോലും ദൈവം എൻ്റെ കൈ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്.
അങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂടെ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചേച്ചി വീഡിയോസ് ചോദിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയും ഉള്ളവര് കുറച്ച് ആർട്ടിസ്റ്റുകളുടെ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവരുടെ ഇഷ്ടമാണല്ലോ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. പോകുന്നതിന് മുന്നേക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവട്ടെ, ഫുൾ സപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എന്താ പറയുമോ, അവള് ജയിക്കോ തോക്കോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, ഡൗട്ടാണ്. എല്ലാരും വിചാരിച്ചു പോയിട്ട് വരട്ടെ, അനീഷ് ജയിക്കും എന്നുള്ള ഇതായിരുന്നു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൊടുക്കാത്ത ആർട്ടിസ്റ്റുകൾ വിളിച്ചപ്പോ ഞാൻ അത് കാണിച്ചില്ല. ആ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം അവരുടെ ഇഷ്ടമാണ് അത് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. നാളെ തരാം എന്ന് പറഞ്ഞങ്ങ് മാറ്റി. അപ്പോ പിന്നെ ഞാൻ അതവിടെ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന പിന്നെ ഇനി എന്റെ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു, അടുത്ത ബിഗ് ബോസ് വരാൻ പോവുകയാണ്. ഇനി ബിഗ് ബോസ് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആൾക്കാർ മറക്കും എന്നെ. മറക്കത്തില്ല, പുതിയ സീസൺ വരുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്കാരെ നമ്മളെ മറക്കത്തില്ല. അത് ഇനിയിപ്പോ ബിഗ് ബോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആൾക്കാർ മറക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇനി എൻ്റെ കരിയർ എന്താന്നുള്ളതായിരുന്നു ഇനി അടുത്ത്. പിന്നെ ഞാൻ ഇനി ഓക്കെ കാശൊക്കെ ആയി, സ്ഥലമൊക്കെ മേടിച്ചു, സെറ്റിലായി. അപ്പൊ അതാണ് പറയുന്നത്. അതായത് ഈ പോകുമ്പോഴുള്ള ഈ സന്തോഷവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ലൈക്ക് അടിക്കും. അതായത് പോയിട്ട് വരും എന്ന് പറയും, ഭയങ്കര സ്നേഹവും സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ കിടന്നിട്ട് ഇവള് കത്താൻ തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെങ്ങാനും ഇനി പ്രൈസ് കൊണ്ടുവരുമോ എന്നുള്ളൊരു അസൂയയും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഈ കൂടെയുള്ള. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളോട് അത്രമാത്രം ഇഷ്ടമുള്ളവരൊക്കെ എന്താ ചെയ്യുക, അനുമോളൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ വീഡിയോ ഇടുവല്ലേ ചെയ്യുക. പക്ഷെ അങ്ങനെ ഇടത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആരും ഇടൂല. അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. എന്നാൽ ചില ആൾക്കാരൊക്കെ ഇരുന്നുണ്ട് കേട്ടാ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഈ വീഡിയോ ഇടുവോ എന്ന് ചോദിച്ച് പുറകെ നടന്നവര് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ ആദ്യം തന്നെ വിളിച്ചിട്ട് ഞാനൊന്നും അങ്ങോട്ട് കാണിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴേ ചിലപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി അവർ നാണോമാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ പോയിട്ട് എന്താ പറഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കത്തൂല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിൽക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കാത്ത കൂട്ടുകാരെന്തിനാണ് വെറുതെ കൂട്ടുകാരെന്ന് പറയാനാ, അല്ലെങ്കിൽ സഹപ്രവർത്തകരെന്ന് പറയാനാ. അങ്ങനെ പറയാൻ മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റാർന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയ ഒരു സംഭവമായിട്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടായി എന്നാണ് എനിക്ക് അനുമോളോട് പറയാനുള്ളത്. ഞാൻ ആലോചിക്കുന്ന അവിടെ എന്തെന്നറിയോ, അവരൊരു മനുഷ്യനില്ലേ, നമ്മളെപ്പോലെ ചോറ് കഴിക്കുന്ന ആളാണ്. നമ്മളെപ്പോലെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്ന അയാളുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്നുണ്ട്. അപ്പൊ എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരാളാണ്, എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ, എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? അയാൾക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ഇങ്ങനെ എന്താ പറയണ്ടേ, രക്ഷപ്പെടാതെ വീട്ടിൽ കയറി ചൊറിയും കുത്തി ഇരിക്കുന്ന ആളുകളാണ് ശരിക്കും ഇങ്ങനെ ഫോൺ എടുത്ത്. ഇപ്പൊ ഞാൻ കമന്റ് ഇടുന്നത്, ചേച്ചി ഒന്ന് ആലോചിച്ചോ, ചേച്ചിക്ക് വർക്കും കാര്യങ്ങളും ഉണ്ട്, ചേച്ചി അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു, ഞാൻ എന്റെ ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകുന്നു. ചേച്ചി ആരെങ്കിലും അക്കൗണ്ടിൽ പോയി കമന്റ് ഇടാൻ നോക്കൂ, സമയമില്ല. അതെന്തോ അപ്പൊ സമയം ഉള്ള ആൾക്കാര്, അതായത് ചൊറയും കുത്തി വീട്ടിൽ ഇരിക്കുന്ന ഫോൺ മാത്രം അഡിക്ഷൻ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്നത്. വെറുതെ അവർക്കൊരു മനസ്സുഖം ഇട്ടിട്ട് പോട്ടെ. പക്ഷെ നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കതങ്ങ് കയറി ഞാൻ അങ്ങ് പോവുകയാണ്. എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് വളർച്ചയാണ് എനിക്ക് ഉണ്ടാവുന്നത്, എനിക്ക് താഴ്ചയല്ല വളർച്ച. നിങ്ങളെ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും അതിൽ നിന്ന് എനിക്കൊരു പ്രചോദനമാണ് ഉണ്ടാവുന്നത്. ഇട്ടല്ലേ പോട്ടെ, അങ്ങനെ പോകാൻ പറ, ചൊറിയും കുത്തി എവിടെ ഇരിക്കുന്നവൻ. കാരണം ചേച്ചി ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ. കാരണം ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പൊ 12 വർഷമായി. അപ്പൊ ആ ടൈം മുതൽ ഞാൻ എന്റെ ലൈഫ് ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകത്തില്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് കാശുണ്ടാക്കണം, എന്റെ ഫാമിലി നോക്കണം, എനിക്കൊരു കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കും നല്ലത് ചെയ്യണം, ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കണം എന്ന് ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ കാരണം ഒരാൾ ദുഃഖിക്കണമെന്ന് ചിന്തിച്ച് പോകുന്ന ആളല്ല. ഞാൻ കാരണം സന്തോഷിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ നല്ലതേ വരുള്ളൂ. ഇപ്പം ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരും അവളുമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാതെ വീട്ടിൽ ഇരിക്കുന്നവരാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരാൾ എന്തിനാ ഡിപ്രഷനിലേക്ക് പോയേ ആ ടൈമിൽ? അതായത് വന്നതിന് ശേഷം അതിന്റെ അടുത്ത് പറഞ്ഞിട്ട് തീരെ കോണ്ടാക്ട് അല്ല, കണ്ട് വരുമ്പോ ഇത് കാണുമ്പോ ഇപ്പൊ സൈഡ് നോക്കുമ്പോ ഭയങ്കര വൈബ്. കാരണം പിന്നെ എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ, ബിഗ് ബോസ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്റെ നമ്പർ ലീക്കായത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. PR ത്രൂ. കാരണം എന്ന് വെച്ചാൽ നമ്പർ ലീക്കായപ്പോഴാണ് എത്രത്തോളം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് കമന്റ് ഇടുന്നവര്, അതായത് കുത്തിയിരുന്ന് രാവിലെ മുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട്.
അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോഴും ഫേക്ക് ഐ ഡിയാണ്. അതുമാത്രവുമല്ല അവരൊക്കെ ഇടുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും എന്നാണ് അനുമോൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ കമൻറ്റിനെ പറ്റി ഒന്നും മനസ്സിലാവില്ല, പിന്നീട് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പോഴും നമ്മളെല്ലാവരും ഒരു ഉദാഹരണമായി എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിസ്മയ മോഹൻലാലിനെ തന്നെയാണ്. കാരണം എന്തോരം നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ ആ കുട്ടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കൂടെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, അതുപോലെ തന്നെ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ, നമുക്ക് വേറെ ഒരു പണിക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ജീവിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കമൻറ്റോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് ഒരു ജോലിയില്ലാതെ ജീവിതത്തിൽ രക്ഷപ്പെടാതെ, അതായത് വെറും മഴ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കുറേ ടീമുകളുണ്ട്, വേഴാമ്പലിനെ പോലെ. അങ്ങനെയുള്ള ടീമുകൾ അവർക്ക് വേറെ ഒരു ഇതുമില്ല. ആരെങ്കിലും രക്ഷപ്പെടുന്നതെന്ന് കാണുമ്പോൾ അസൂയയും വിഷമവും കുശുമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അവൻ പല പേരുകളിൽ അറിയപ്പെടും. അതാണ് ചിലപ്പോഴും നമ്മൾ അടുത്ത വീട്ടുകാരനായിരിക്കും, ചിലപ്പോൾ അടുത്ത ബന്ധുവായിരിക്കും, ഇതൊക്കെ ആയിരിക്കും ആ കമൻ്റ് ഇടുന്നവൻ. അങ്ങനെയുള്ള കമൻറ്റോളികളാണ് നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. കമൻറ്റോളികൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കണം. നമ്മളെ വളർച്ച അവൻ കണ്ടിട്ട് അവൻ പിന്നീട് ഡിപ്രഷൻ അടിച്ച് അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീരണം എന്നാണ് അനുമോള് പറയുന്നത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് അത് മാത്രമേ പ്രതിവിധിയുള്ളൂ. ഏതായാലും അനുമോളുടെ യാത്ര തുടരട്ടെ, നല്ല രീതിയിൽ പോകട്ടെ, അടിപൊളിയാകട്ടെ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അനുമോള് പറയുന്ന പോലെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ബിഗ് ബോസിലേക്ക് കടക്കാനുള്ള സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.